എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങളെ ഹോട്ടലുകൾ പലതും നടത്തി പൂട്ടിയിട്ടുണ്ടല്ലോ, പൊട്ടിയിട്ടുണ്ടല്ലോ, ഹെൽത്തുകാർ റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ എന്താണ്? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ ചില അബദ്ധങ്ങളിൽ നിന്നാണ് പലതും നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, ചിന്തിക്കുക. അപ്പം അതിവിടെ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് അത് തുറന്നു പറയണം. കാരണം ഞാൻ പറയുന്നത് എൻ്റെ ഹിസ്റ്ററിയാണ്, എൻ്റെ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളിൽ കുറെ തോറ്റു, കുറെ ജയിച്ചു. പിന്നെ ആ ജയം ആവർത്തിക്കാൻ എന്തൊക്കെ വേണ്ട, ആ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോവാം. പിന്നെ അതായി എൻ്റെ ചിന്ത. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളിൽ ഒന്ന്, സത്യത്തിന്റെ മുഖം എപ്പോഴും കറുത്തിട്ടാണല്ലോ. ഇൻഡസ്ട്രിയില് അല്ലെങ്കിൽ വിപണിയില് ഞാനായിട്ട് ഭക്ഷണശാലകൾ തുടങ്ങുമ്പോൾ പലരും 20, 30, 40 കൊല്ലമായിട്ട് ഈ കൊടികുത്തിയ ആളുകൾ എന്നൊക്കെ പറയില്ലേ, അവരുടെ അടുത്തൊക്കെ നമ്മൾ ഭയങ്കര ഒരു വിജയം കാണിച്ചു കൊടുക്കുമ്പോൾ അത് സഹിക്കുന്നില്ല പലർക്കും. അപ്പൊ അതിൽ പലരും എന്നെ ഉപദേശിക്കുകയും പലരും എനിക്ക് ക്ലാസ്സുകൾ തരും. ഞാൻ പല ക്ലാസ്സുകളിൽ പോയി അറ്റൻഡ് ചെയ്യും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഇൻഡസ്ട്രിയിലെ എൻ്റെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഇത് പാചകം നന്നായി ചെയ്യുന്ന ആളുകളാണ്. കാരണം എൻ്റെ ലക്ഷ്യം ഈ ഇൻഡസ്ട്രിയിലുള്ളവരായിട്ട് വില കുറച്ചിട്ട് യുദ്ധം ചെയ്യലോ ഒന്നുമല്ല. ന്യായമായ രീതിയിൽ സമ്പാദിക്കണം, ഒരു മില്യണിയറോ ഒരു ബില്യണിയറോ ആവണം. അപ്പൊ അതിനെന്താണ് വഴി? നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്കല്ല എത്തണ്ടോ, അത് നല്ല വഴി അതിനുള്ള കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ആ വഴി തിരയുന്നതിന്റെ ഭാഗമായിട്ട് പല ഇൻസിഡന്റുകളും പറ്റിയിട്ടുണ്ട്, പലരും എന്നെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലോരോ മിസ്യൂസ് കഥകളാണ് നമ്മൾ എൻ്റെ ഈ ചാനലിന്റെ പല എപ്പിസോഡുകളായിട്ടും ചരിത്രമായിട്ട് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് പല ആംഗിളുകളിലായിരിക്കും അതൊക്കെ എഫക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷെ എനിക്ക് നിങ്ങളൊരു ഉറപ്പ് നൽകണം, ഈ കാണുന്നവര് മുഴുവൻ കാണുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങളെ കുറിച്ച് കമന്റ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഭാഷ ശരിക്കും നിങ്ങൾക്ക് കൺവേർട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. എൻ്റെ ചാനലില് അതിൽ വരുന്ന ആളുകൾ ബിസിനസ് ചെയ്ത് പൊട്ടിയവര്, അല്ലെങ്കിൽ പുതിയ ബിസിനസ് അന്വേഷിക്കുന്നവര്, ഇങ്ങനെയുള്ള ആളുകളാണ് അവിടെ കൂടുതൽ വരുന്നത്. അപ്പൊ അവര് ഇത് കാണുന്നുണ്ട്, മറുപടികൾ അയക്കുന്നുണ്ട്, പലരും ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ലൊരു, പലർക്കും അവരുടെ ജീവിതത്തിന്റെ ഷേപ്പ് തന്നെ മാറ്റാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അപ്പോ ഈ കമന്റ് അടിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബും ബെൽ ബട്ടൺ അടിച്ചില്ലെങ്കിലും ഇനി കുഴപ്പമില്ല, അടിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു അറിവായിരിക്കും. ചിലപ്പോ അത് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞാൽ കിട്ടിക്കോണമെന്നില്ല. അപ്പൊ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡുകൾ നമുക്ക് കാണാം.